ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. നമ്മൾ റമദാൻ കഴിഞ്ഞ ശേഷം ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ടില്ലല്ലോ, നമ്മളൊരു ഈദ് വ്ളോഗ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ്. എനിക്കിപ്പോൾ വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടലില്ല, കാരണം എനിക്കിപ്പോൾ 10th ആയതുകൊണ്ട് ട്യൂഷൻ ഉണ്ട് കേട്ടോ. അതുകൊണ്ടിപ്പോൾ ഇന്ന് ഞാൻ ട്യൂഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ എടുത്തത്. അപ്പം നമുക്കിപ്പോൾ വിഷു ആയതുകൊണ്ടാണ് ട്യൂഷൻ ഒന്നും ഇല്ലാത്തത്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തത്. ഞാൻ പെട്ടെന്നാണ് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനുള്ളൊരു മൈൻഡ് എനിക്ക് വന്നത്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. രാവിലെ ഞാൻ എണീറ്റപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, നിസ്കരിച്ചാണ്ട് ഞാൻ കിടന്നതായിരുന്നു. പിന്നെ ഞാൻ എണീറ്റപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ ഞാൻ കിച്ചണിക്ക് വന്നപ്പോൾ ഇമ്മച്ചി ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് നോക്കിയപ്പോൾ പിന്നെ നമുക്ക് ദോശയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമുക്കിത് ഡ്രസ്സ് അലക്കാനുള്ള ഡ്രസ്സ് നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് പിന്നെ ഞാനാട്ടോ ബാക്കിയുള്ള ദോശയൊക്കെ ചുട്ടത്. അങ്ങനെ ഞാൻ ദോശയൊക്കെ ചുട്ട് ഞാൻ പിന്നെ അതാ ഡൈനിങ് ഹാൾക്ക് പോയപ്പോൾ നമ്മൾ ഐറി ബേബി എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ഡൈനിങ് ഹാൾ ഇങ്ങനെ കളിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്കിത് ദോശയ്ക്കുള്ള കറിയാണ് ഇപ്പോൾ അമ്മച്ചി ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പൊട്ടറ്റോ കറിയാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് കറിയും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് അമ്മച്ചി പൊട്ടറ്റോ ഒക്കെ അതുപോലെ തൊലി കളഞ്ഞിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊട്ടറ്റോ അതുപോലെ തന്നെ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് തക്കാളിയും പിന്നെ മഞ്ഞപ്പൊടിയും പിന്നെ അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അമ്മച്ചി അവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് ഈസി കുക്കും വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു പൊട്ടറ്റോ കറി കുറച്ച് കുറുകിയിട്ടാട്ടോ എനിക്കിഷ്ടം. എനിക്ക് അധികം വെള്ളം ഉള്ളത് ഇഷ്ടമല്ല. പിന്നെ നമ്മൾ വെള്ളം ഇല്ലെങ്കിൽ നമുക്കിത് തീരെ തികയില്ല, അതുകൊണ്ട് നമ്മൾ കുറച്ച് ലൂസിലാണ് ഉണ്ടാക്കൽ. അങ്ങനെ പിന്നെ നമ്മൾ പൊട്ടറ്റോസ് ഒക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിത് അത് വറവിടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ വറവ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആണെങ്കിൽ എനിക്ക് നേരത്തെ തന്നെ കഴിക്കണം, കാരണം ഭയങ്കര വിശപ്പായിരിക്കും. കാരണം ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ. അപ്പം ഇന്ന് അതേപോലെ തന്നെ നേരത്തെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ദോശയും അതുപോലെ തന്നെ നല്ല പൊട്ടറ്റോ കറി ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത്. പിന്നെ നമ്മൾ ഒരു കപ്പ് ചായ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഉമ്മച്ചി പറഞ്ഞ് ബാക്കിയുള്ള പാത്രങ്ങളൊന്നും കഴുകി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ പിന്നെ അതൊക്കെ കഴുകി വെക്കേണ്ട തരത്തിലായിരുന്നു. പാത്രം കഴിക്കുന്നതിന് ശേഷം ഞാനിതൊരു ക്ലോത്ത് വെച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട്, കാരണം അവിടെയൊക്കെ വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് ഞാനിത് ഒന്നും കൂടി തുടച്ചെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ നമ്മൾ ഡ്രസ്സ് അലക്കാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മച്ചി അത് ഒളിമ്പിക്കാണ്ട് നമ്മൾ ഉണക്കണേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അത് അവിടെ വിരിച്ചിട്ടാണ്. ഞങ്ങളിത് ഈ ഒരു വാഷിംഗ് മെഷീനിലിട്ട് ഉണക്കിയതൊക്കെ ഈ സൈഡിലായിട്ട് ഇടല്, ഈ ഒരു ബാക്ക് സൈഡിലാണ് ഇടല്. കാരണം അത് ഓൾറെഡി കുറച്ച് ഉണങ്ങിയിട്ടുണ്ട്, പിന്നെ അത് കുറച്ചും കൂടി ഉണങ്ങിയാൽ മതിയല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെയാണ് ഇടല്. അങ്ങനെ അതൊക്കെ വിരിച്ചിട്ടിട്ട് പിന്നെ നമ്മളിത് പെട്ടെന്ന് തന്നെ കുളിച്ച് മാറ്റിയിട്ട് നമ്മളിന്ന് ഉമ്മാൻ്റോടക്ക് പോകണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മളെല്ലാവരും മാറ്റിയിട്ടാണ്ട് നമ്മൾ പിന്നെ അത് ഉമ്മാൻ്റോടക്ക് പോകണം. അപ്പം ഞാനിവിടെ വാതിലൊക്കെ പൂട്ടിയിട്ട് ഇതാ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇതാ ഇമ്മച്ചും അനിയത്തിയും കൂടി മുന്നിൽ പോകുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ബാക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നട്ടുച്ച സമയം ഉണ്ടായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്ന ആൾക്കാർക്കറിയാം എൻ്റെ ഉമ്മാൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണുള്ളത്, നമുക്ക് കുറച്ച് നടക്കാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ ഉമ്മാൻ്റോടക്ക് പോകുന്ന എല്ലാ വീഡിയോസിലും ഞാൻ പറയലുണ്ട് നമ്മളെ ഉമ്മാൻ്റെ വീട് തൊട്ടടുത്താണ്, നമുക്ക് നടക്കാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ പിന്നെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഐർബേബിനെ ഞാൻ എടുത്തു, കാരണം ഉമ്മച്ചക്ക് കൈ കടിയുണ്ടെന്നാണ്. അപ്പോൾ ഞാൻ എടുത്തു. ഓൾ പിന്നെ ക്യാമറയ്ക്ക് ഇങ്ങനെ നോക്കിക്കാണ്ടായിരുന്നു പോണത്. അങ്ങനെ പിന്നെ നമ്മളിത് ഒരു പാലം കടക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുന്നേ കുറച്ചൊരു വഴിയുണ്ട്. അപ്പോൾ നമ്മൾ അതിൽക്കൂടി പോവാണ്. ഇതൊരു ഇടവഴി പോലെയാണ്, പക്ഷെ നല്ല ഭംഗിയായിട്ട് ഇവിടെ കാണാനായിട്ട് നല്ലൊരു പച്ചപ്പ് നിറഞ്ഞൊരു വഴി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മൾ പച്ചപ്പൊക്കെ കണ്ടിട്ട് നമ്മൾ പിന്നെ ആ പാലം കടന്നിട്ട് നമ്മളെ അമ്മാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് നമ്മളെത്തിയപ്പോൾ ആരും കാണണമെന്നില്ലായിരുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്ന് അങ്ങനെ നമ്മളിത് അകത്തോട്ട് ഇപ്പോൾ കയറിയിട്ട് പിന്നെ എൻ്റെ ഈ ഒരു കസിൻ ഉണ്ട് റീനു. അപ്പോൾ ഓൾക്കൊരു പുതിയ സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യമേ കളിക്കാണ് ഇപ്പോൾ രണ്ടുപേരും കൂടി, എൻ്റെ അനിയത്തിയും ഓളും കൂടി. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒരു വരാണ് വീഡിയോ എടുക്കല്ലേ എന്നറിയണം. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കുന്നു. അങ്ങനെ പിന്നെ നമുക്ക് അവിടുന്ന് ചായ തന്നിട്ടുണ്ടായിരുന്നു, നല്ല ചായയും അതുപോലെ തന്നെ മിച്ചറും പിന്നെ ഒരു റവ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നമ്മൾ കഴിച്ചിട്ട് പിന്നെ അവിടെ പോയുള്ളൊരു പണിയാണ് നമുക്ക് TV കാണുന്നത്. അപ്പോൾ ഏതൊരു മൂവി ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഇപ്പോൾ ഓടി വന്നിട്ട് ഏതൊരു മൃഗങ്ങളെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. നമ്മൾ TV കണ്ടിരിക്കുമ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചധികം ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു, എല്ലാ ഐറ്റംസ് എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഫ്രൈഡ് റൈസും അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് എന്തോ ഒരു ചിക്കൻ്റെ ഗ്രേവി പോലത്തെ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് നല്ല സാദാ ചോറും ചമ്മന്തിയും പിന്നെ ഉണക്കൽ പൊരിച്ചതും അതുപോലെ തന്നെ ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചക്കക്കുരു കറി ഉണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു മുട്ട പൊരിച്ചതുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർ ഫുഡൊക്കെ എടുത്തിട്ട് നമ്മുടെ TVൻ്റെ മുന്നിൽ പോയിട്ടാണ് കഴിച്ചത്, പക്ഷെ ഞാനൊക്കെ ഇവിടെ കിച്ചണിൽ ഇരുന്നിട്ട് തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് ഇത്രയൊക്കെ വീഡിയോ മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക, കൂടെ തന്നെ ലൈക്കും ഷെയർ
എല്ലാവരും കമൻറ്റും കൂടി ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.